സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഡോക്ടർ ബി അശോക് IAS സസ്പെൻഷനെ അംഗീകാരമായി കണക്കാക്കുന്നു. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ നടപടിയാണ് സസ്പെൻഷൻ. എല്ലാ തരത്തിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും അശോക് ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം നടന്നത് എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗമാണ്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇനിഷ്യൂ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിൻ്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവാണ് നിലവിലുള്ളത്. പോകുന്ന പോക്കിൽ ശത്രുക്കൾക്കെതിരെ വെടിയുതിർത്ത് പോവുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി. വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലും വിമർശനമുണ്ട്. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കിഫ്ബി CEO KM എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗത്തിനെയും തുറന്നുകാട്ടി ബി അശോക്. ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായൊരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെയത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. കിഫ്ബി, വയനാട് പുനരധിവാസം തുടങ്ങിയവയിലെ ഫണ്ട് വിനിയോഗം പരിശോധിക്കണമെന്നും IAS ഉദ്യോഗസ്ഥരോടുള്ള അടിമമനോഭാവം മാറുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.